Hi, hello, welcome back to our channel. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒന്നാണ്. സാധാരണ ഡിഷ് വാഷും ലിക്വിഡും ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റാത്ത അഴുക്ക് പിടിച്ചിട്ടുള്ള പാത്രങ്ങൾ നിമിഷ നേരം കൊണ്ട് കൊക്കക്കോളയും ഉപ്പും ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. എല്ലാവരുടെയും അടുക്കളയിൽ കാണുന്ന ഒന്നാണ് അടിക്ക് പിടിച്ചിട്ടുള്ള പാത്രങ്ങൾ. അതുപോലെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഓയിലുള്ള പാത്രങ്ങളും മറ്റും ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വലിയ ഒരു ടാസ്ക്കാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് എത്ര കരി പിടിച്ച പാത്രങ്ങളും നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കരി പിടിച്ച പാത്രങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിഷ് വാഷ് ബാറാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഞാനൊരു ഫുൾ ബാറും ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെറുതായിട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത് പെട്ടെന്ന് അലിഞ്ഞു കിട്ടാനാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് പൊടിച്ചിട്ട് കൊടുത്താലും മതി. ഇനി നമ്മൾ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു സോപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കൊക്കക്കോളയാണ്. ഏകദേശം ഒരു 1/2 ലിറ്ററോളം കൊക്കക്കോള ഞാൻ ഈ ഒരു സോപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കൊക്കക്കോളയും സോപ്പും കൂടെ ചേർന്നാൽ നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണ്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു 1/2 ലിറ്ററോളം വെള്ളമാണ്. അപ്പോൾ ആദ്യം നമുക്ക് എടുത്തിട്ടുള്ള 1/2 ലിറ്ററിൻ്റെ ബോട്ടിൽ കൊക്കക്കോള ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കോളയ്ക്ക് പകരം നമുക്ക് ഏതെങ്കിലും ഒരു കാർബണേറ്റഡ് ഡ്രിങ്ക് യൂസ് ചെയ്താലും മതി. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ലിറ്റർ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കാം. ഏകദേശം ഒരു 10-15 മിനിറ്റ് നേരം നമ്മൾ നല്ലതുപോലെ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ മാത്രമാണ് സോപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് മെൽറ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇവിടെ ഇപ്പം നമ്മൾ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ഡിഷ് വാഷ് ബാറാണ്. ചിലപ്പോൾ ചിലർക്കെങ്കിലും തോന്നാം നമ്മൾ ഇത്രയും ബുദ്ധിമുട്ടി എന്തിനാണ് ഇങ്ങനൊരു സോപ്പ് തയ്യാറാക്കി എടുക്കുന്നതെന്ന്. ഇങ്ങനെ ഒരു സോപ്പ് നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അടുക്കളയിൽ ഒരൊറ്റ കരി പിടിച്ച പാത്രങ്ങൾ പോലും ഉണ്ടാവുകയില്ല. മാത്രമല്ല ഒരു പ്രാവശ്യം നമ്മൾ ഇങ്ങനെ തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10ഓളം ബാർ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. 10-15 മിനിറ്റോളം സോപ്പ് ലായനി നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം ഉപ്പ് നല്ലതുപോലെ ഒന്ന് അലിയിച്ചെടുത്തതിന് ശേഷം ആ ഒരു സോപ്പ് ലായനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. കൊക്കക്കോളയും സോപ്പും ഉപ്പും കൂടി ചേരുമ്പോൾ നല്ല പവർഫുൾ ആയിട്ടുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു സോപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. ഇനി നമുക്ക് സോപ്പ് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് സോപ്പ് ബേസും കൂടി ഒന്ന് ഡബിൾ ബോയിൽ മെത്തേഡിൽ മെൽറ്റ് ചെയ്തെടുക്കണം. സോപ്പ് ബേസൊക്കെ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ്. വളരെ ചീപ്പായിട്ടുള്ള റേറ്റ് മാത്രമാണ് സോപ്പ് ബേസിനുള്ളത്. ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻറ്റും നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ അഴുക്ക് പിടിച്ചതും തുരുമ്പ് പിടിച്ചതും അതുപോലെ തന്നെ ക്ലാവ് പിടിച്ചതുമായിട്ടുള്ള പാത്രങ്ങളുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ സോപ്പ് തയ്യാറാക്കിയിട്ട് ക്ലീൻ ചെയ്ത് നോക്കൂ. നല്ല പളപളാന്ന് തിളങ്ങും. ഇനി നമുക്ക് മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ള സോപ്പ് ബേസ് ഒരു മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോപ്പിൻ്റെയും കൊക്കക്കോളയുടെയും മിശ്രിതം ഈ ഒരു സോപ്പ് ബേസിന് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കണം. സോപ്പ് ബേസ് ചൂടോടെ തന്നെ നമ്മൾ മോൾഡിലേക്ക് ഒഴിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. അതിനുശേഷം സോപ്പ് ബേസ് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള കൊക്കക്കോളയുടെയും സോപ്പിൻ്റെയും ആ മിശ്രിതം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് നമ്മൾ ഒന്ന് തണുത്തതിന് ശേഷം ഫ്രീസറിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ നമ്മുടെ സോപ്പ് റെഡിയായിട്ട് കിട്ടും. ഈ ഒരു രീതിയിൽ ഒരു ഫുൾ ഡിഷ് വാഷ് ബാറും 500 ml കൊക്കക്കോള ബോട്ടിലും ഉണ്ടെങ്കിൽ ഏകദേശം 10ഓളം സോപ്പ് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇത്രയും സോപ്പ് നമുക്ക് ഒരു വർഷത്തോളം എനിക്ക് തോന്നുന്നു ഉപയോഗിക്കാനായിട്ട് കഴിയുമെന്ന്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന സോപ്പ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ വളരെ ചീപ്പായിട്ട് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു സോപ്പ് തന്നെ വീട്ടിൽ ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. ഈ ഒരു സോപ്പ് നമുക്ക് ഡെയിലി ആവശ്യത്തിനും ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കട്ടി പിടിച്ചിട്ടുള്ള അഴുക്കുകളൊക്കെ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ കിച്ചൺ കൗണ്ടറും സ്റ്റൗ ടോപ്പും ഒക്കെ ഈ ഒരു സോപ്പ് ഉപയോഗിച്ചിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് കഴിയും. അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ള കൊക്കക്കോള ഉപയോഗിച്ചിട്ടുള്ള ഈ ഒരു സോപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ കരുതുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ.
കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ. ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്ന ടൈമിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം. അപ്പോൾ മാത്രമാണ് ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ. ബൈ ബൈ.